CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. എങ്കിലും ചില ഊഹാപോഹങ്ങൾ ചിലർ പറയുന്നതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റോയിയുടെ ഭാര്യയോടും മക്കളോടും ബാംഗ്ലൂരിൽ തന്നെ തുടരാൻ അന്വേഷണ ഏജൻസി പറയുന്നു. മാത്രമല്ല മകൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല എന്നും അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് കുടുംബത്തോട് തൽക്കാലം ദുബായിലേക്ക് മടങ്ങണ്ട, ബാംഗ്ലൂരിൽ തന്നെ തങ്ങാനാണ് പറയുന്നത്. മാത്രമല്ല ഈ ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്ന റോയിക്ക് ചില തിരിച്ചടികൾ ബിസിനസ്സിൽ നിന്ന് തന്നെ ഉണ്ടായത് മനസ്സിലാക്കി കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് റോയി മരണപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിലെന്താണ് വാസ്തവം എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും റോയി അങ്ങനെ വേണം കരുതാൻ. കാരണം ഈ സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ആഡംബരത്തിൻ്റെ ഒരു അവസാന വാക്കായിട്ട് റോയി സ്വയം ഒരു ഇമേജ് സൃഷ്ടിച്ചെടുത്തു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലെല്ലാം തന്നെ ഞാനൊരു ബ്രാൻഡാണ് എന്ന് വരുത്തി തീർക്കാൻ റോയിക്ക് സാധിച്ചിട്ടുമുണ്ട്. കാരണം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ റോയി ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് ബാങ്ക് ലോൺ എടുക്കാതെ തന്നെ ബിസിനസ് ചെയ്ത് ഒരു കടക്കണിയിലൊന്നും ആകാതെ മുന്നോട്ട് പോവുകയായിരുന്നു ലക്ഷ്യം. ഇത് ഒരുപാട് നിക്ഷേപകരെ ആകർഷിച്ചു. കാരണം ബാങ്ക് ലോൺ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഇയാൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ്സിലേക്ക് നമുക്ക് കൂടി കുറച്ച് പണം നിക്ഷേപിച്ചാലോ. അങ്ങനെ ഒരുപാട് പേർ ഇയാളുടെ കൂടെ പണം നിക്ഷേപിക്കാൻ തയ്യാറായിട്ട് വന്നു. സ്വാഭാവികമായിട്ടും ഈ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലാഭത്തിന്റെ വിഹിതം കൊടുക്കണം. ഏതാണ്ട് 24,000-ലധികം വീടുകൾ ഇതിനകം ഇയാൾ നിർമ്മിച്ച് കൊടുത്തു കഴിഞ്ഞു എന്നാണ്. ഒരു പരാതിയില്ല, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അപ്പോഴൊക്കെ തന്നെ ഒരു ആഡംബരത്തിൽ മുഴുകി ജീവിക്കുന്ന ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിരവധി കാറുകൾ വാങ്ങിക്കൂട്ടുന്നു, ആഡംബര വില്ലകൾ നിർമ്മിക്കുന്നു, അതുപോലെ തന്നെ ഗസ്റ്റ് ഹൗസുകൾ നിർമ്മിക്കുന്നു, ഇതൊക്കെ തന്നെ നിർമ്മിക്കുന്നുണ്ട്. മാത്രമല്ല ഈ 24ഓളം റോൾസ് റോയ്സ് കാറുകൾ, അതുപോലെ തന്നെ ലംബോർഗിനി ഉൾപ്പെടെയുള്ള കാറുകൾ ഇതെല്ലാം വാങ്ങിക്കൂട്ടിയും അതിൻ്റെ മുമ്പിൽ നിന്ന് ചിത്രവും മറ്റും എടുത്തുകൊണ്ട് ഉയർന്ന വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് എപ്പോഴും ഈ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം മാധ്യമങ്ങളെ ഉപയോഗിച്ച് താൻ ഒരു വലിയ ആഡംബരക്കാരനാണ്, താൻ വലിയൊരു പണക്കാരനാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ കേരളത്തിലെ ശതകോടീശ്വരന്മാരുടെ പേരുകളുടെ ലിസ്റ്റിലൊന്നും നമ്മൾ ഇയാളുടെ പേര് കേട്ടിട്ടില്ല. അപ്പോൾ യൂസഫ് അലിയുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ രവി പിള്ളയുടെ പേര് കേട്ടിട്ടുണ്ട്, കല്യാണിന്റെ ഉടമയുടെ പേര് കേട്ടിട്ടുണ്ട്, ഹീമ ജ്വല്ലറിയുടെ ഉടമയുടെ പേരും കേട്ടിട്ടുണ്ട്, ജോയ് ആലുക്കാസ്, എന്തിന് സാബു തോമസ്, സാബു എം ജേക്കബ്, അത് അദ്ദേഹത്തിന്റെ പേര്. കേട്ടിട്ടുണ്ട്. പക്ഷെ ഇയാളുടെ പേര് അവിടെ ഒന്നും കേട്ടില്ല. അപ്പൊ അവര് കാണിക്കുന്നതിന് അപ്പുറത്തേക്ക് സമ്പന്നനാണ് താനെന്നും അവര് കാണിക്കാത്ത ആഡംബരമൊക്കെ താൻ കാണിക്കുന്നുണ്ടെന്നും എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ നിക്ഷേപം നൽകുന്ന ആൾക്കാർക്ക് കൂടുതൽ വിശ്വാസ്യത വന്നു. അങ്ങനെ വിശ്വാസ്യത വന്നതോടുകൂടി ഇന്ത്യയിൽ നിന്ന് ബിസിനസ് ഇനി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് മാറണമെന്ന് ഇയാൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് UAE-യിൽ കൂടുതൽ പണം നിക്ഷേപിക്കുന്നത്. ഈ UAE-യിൽ പണം നിക്ഷേപിക്കുമ്പോൾ ഇന്ത്യയിൽ കിട്ടിയ ബിസിനസിന്റെ ലാഭമാണ് അവിടെ നിക്ഷേപിക്കുന്നത് UAE അധികൃതരോട് ഇയാൾ പറഞ്ഞു. അവർ ഇത് ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ 2015-18 ഇടയിലുള്ള ഇന്ത്യ UAE ഉഭയകക്ഷി കരാർ അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം നടത്തുകയും വിവരങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും ചെയ്യും. അങ്ങനെ UAE അധികൃതർ ഇയാളോട് ചോദിച്ചു ഈ പണം എവിടുന്നാണ്. അപ്പം പറഞ്ഞു എനിക്ക് ഇവിടുന്ന് ലാഭം കിട്ടിയതാണ്. പക്ഷേ അതിൻ്റെ കൃത്യമായ കണക്ക് നൽകാൻ കഴിഞ്ഞില്ല. പിന്നീട് പറഞ്ഞു നിക്ഷേപകർ തന്നതാണ്. അപ്പോൾ ഈ നിക്ഷേപകരാരാ? സിനിമാക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അതായത് വൻതോതിൽ പണം കുമിഞ്ഞു കൂടുന്ന ആൾക്കാർ ബാങ്കിൽ കൊണ്ട് ഈ പണം നിക്ഷേപിക്കില്ല. കാരണം ഇതിൻ്റെയൊക്കെ സോഴ്സ് കാണിക്കണം, പിന്നെ അതിന് ടാക്സ് കൊടുക്കണം. അതിനെക്കാട്ടി നല്ലത് റോയിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ റോയി പുതിയ പുതിയ പ്രോജക്റ്റുകൾ നടപ്പാക്കും. അതിൽ പണം നിക്ഷേപിച്ചാൽ അതിൻ്റെ ലാഭവിഹിതം നമുക്ക് കിട്ടും. അതുപയോഗിച്ച് നമുക്ക് ജീവിക്കാമെന്നുള്ള ഒരു ചിന്ത പലരെയും ഇതിലേക്ക് ആകർഷിച്ചു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഈ UAE പണമൊക്കെ തന്നെ ഫ്രീസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. അങ്ങനെ ഫ്രീസ് ചെയ്ത് വന്നാൽ പണത്തിൻ്റെ ഫ്ലോ നഷ്ടപ്പെടും. അതായത് പിന്നീട് നിക്ഷേപകർ ഇങ്ങോട്ട് പണം നൽകാതാവും. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ റോയിയുടെ ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഏറെയും ഫോൺ സംസാരം ഈ പറയുന്ന നിക്ഷേപകരുമായിട്ടാണ്. അതായത് നേരത്തെ നിക്ഷേപം നടത്തിയ ആളുകൾ UAE-യിൽ റോയിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി. അതോടുകൂടി നിക്ഷേപ തുക തിരിച്ചു ചോദിച്ചു. മാത്രമല്ല റോയി ആരോടും ചെന്ന് നിക്ഷേപം ചോദിക്കാറില്ല, എല്ലാവരും ഇങ്ങോട്ട് വന്ന് ചോദിക്കാം. പക്ഷേ ഇപ്പോൾ റോയി അത്തരത്തിലുള്ള നിക്ഷേപം ആകർഷിക്കാൻ ശ്രമിച്ചു. ഞാൻ ദുബായ് പോലെയുള്ള മേഖലകളിലൊക്കെ തന്നെ വലിയ പ്രൊജക്റ്റുകളുമായിട്ട് പോകുന്നു, നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരൂ എന്ന് പറഞ്ഞിട്ട് കുറേ പേരെ ആകർഷിക്കാൻ ശ്രമിച്ചു. പഴയ നിക്ഷേപകർ പണം തിരിച്ചു ചോദിക്കുകയും പുതിയ നിക്ഷേപകർ അങ്ങോട്ടേക്ക് പണം കൊടുക്കാതാവുകയും ചെയ്തതോടുകൂടി പണത്തിൻ്റെ ഫ്ലോ നഷ്ടപ്പെട്ടു. പണത്തിൻ്റെ ഫ്ലോ നഷ്ടപ്പെട്ടാൽ ഈ ആഡംബര ജീവിതം പറ്റില്ല. കാരണം ഇയാൾക്ക് സ്വന്തമായിട്ട് വില്ലയും റിസോർട്ടും അതുപോലെ തന്നെ ഫ്ലാറ്റും എല്ലാം ഉണ്ടെങ്കിലും താമസിക്കുന്നത് വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലാണ്. അതും ഒരു ഫ്ലോറൊക്കെ ഫുള്ളായിട്ട് വാടകയ്ക്ക് എടുത്തിട്ടാണ് താമസിക്കുന്നത്. അതിൽ 15ഓളം അംഗരക്ഷകരുണ്ട്, ഭക്ഷണം വെക്കാൻ ആൾക്കാരുണ്ട്, ബാക്കി ഡ്രൈവേഴ്സ് ഉണ്ട്. ഇവരെ എല്ലാം കൂടെ താമസിക്കുമ്പോൾ എത്ര കോടി രൂപയാണ് ചിലവാകുന്നത്. അപ്പം വലിയ സമ്പന്നനാണ് എന്നതിനപ്പുറം തന്നെ വലിയ ആഡംബരപ്രിയനാണ്, വലിയ തോതിൽ പണം ദൂർത്തടിക്കുന്ന ആളുമാണ്. അങ്ങനെ ദൂർത്തടിക്കുന്ന ഒരാൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി
പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിയതുകൊണ്ടാണ് ഇയാൾക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് മരണത്തിന് മുമ്പ് ഉള്ള വിവരങ്ങൾ വെച്ചിട്ട് ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. അപ്പം മാനസിക അസ്വാസ്ഥ്യം പോലും ഉണ്ടായി, പാതിരാത്രി കഴിയാതെ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയല്ലേ പണം കുമിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുക? തീർച്ചയായിട്ടും എന്താ അധികമായാൽ അമൃതം വിഷം എന്നാണ് നമ്മൾ പറഞ്ഞും കേട്ടിട്ടുള്ളത്. ശരിയാണ്, അത് എന്തും അമിതമായാൽ പിന്നെ അതിപ്പോ സ്നേഹമാണെങ്കിലും പണമാണെങ്കിലും എന്താണെങ്കിലും അധികമായാൽ അത് നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. ഇവിടെ റോയിയെ സംബന്ധിച്ചിടത്തോളം റോയി കാണിച്ചു കൂട്ടിയത് മുഴുവൻ നിക്ഷേപകരെ ആകർഷിക്കാനാണ്. ഇപ്പോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യൂസഫലിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ബ്രാൻഡാണെന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് അങ്ങോട്ട് പോയി ആരും ഒന്നും ചെയ്യണ്ട. പിന്നെ യൂസഫ് അലിയോ അല്ലെങ്കിൽ ഈ പറയുന്ന രവി പിള്ള ആയാലും അല്ലെങ്കിൽ ഈവൻ സാബുവും ജേക്കബ് അടക്കമുള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് ബാധ്യതയില്ല, കടമില്ല, ഞാൻ സീറോ ഡെപ്റ്റിലാണ് ഇത് തുടങ്ങിയതെന്നൊന്നും ഇതുവരെ പറഞ്ഞ് നമ്മൾ ആരും കേട്ടിട്ടില്ല. പക്ഷെ ഇദ്ദേഹം നിരന്തരം അത് തന്നെയാണ് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഞാൻ രാത്രി 12 മണിക്ക് ശേഷമേ ഉറങ്ങാറുള്ളൂ. അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പിറ്റേ ദിവസം കൂടി കണ്ട് ആ ദിവസം ഫുൾ ആഘോഷിച്ചതിന് ശേഷമാണ് എനിക്ക് ഉറങ്ങാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായി തോന്നും. ചിലപ്പോൾ ജീവിതം ആസ്വദിച്ച് അങ്ങ് അറ്റായപ്പോ അതായത് ശരിയൊരു കാര്യം, ചില കാര്യങ്ങളിൽ ഇപ്പൊ നമ്മളെ പോലെ സാധാരണക്കാർക്ക് നമുക്കൊരു ബാങ്ക് ലോൺ ഉണ്ട്, ഒരു 2-3 ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ ഉണ്ടെന്ന് വെച്ചാൽ ഒരു മാസം നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ ആ പ്രതിസന്ധി നമുക്ക് താങ്ങാൻ കഴിയും. വേണ്ട, അടുത്ത മാസം ആരെയെങ്കിലും കൂടെ വാങ്ങിയിട്ട് അതിന്റെ കെടു ഒരുമിച്ച് അങ്ങ് അടയ്ക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ കഞ്ഞി വെക്കാൻ അരി ഇല്ലെങ്കിൽ പോലും ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് നമുക്കൊക്കെ അറിയാം. കാരണം നമ്മൾ സാധാരണക്കാരാണ്, കിട്ടുന്ന വരുമാനത്തിൽ വച്ച് ജീവിക്കുന്നവരാണ്. റോയിയെ പോലുള്ളവർ അങ്ങനെയല്ല. അവർ കിട്ടുന്ന വരുമാനം പിന്നെ വേണമെങ്കിൽ കടവും കൂടെ വാങ്ങിച്ച് ആർഭാടം കാണിക്കുന്നവരാണ്. അപ്പോൾ ഒരു പരാജയം വന്നു കഴിയുമ്പോൾ ഇവർക്ക്, അല്ലെങ്കിൽ ഒരു നഷ്ടം വന്നു കഴിയുമ്പോൾ ഇവർക്കത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പിന്നെ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കണമെന്ന് ഇവർക്കറിയില്ല. അപ്പോൾ ഇതിപ്പോ മലയാളത്തിൽ ഒരു പ്രമുഖ നടന്റെ പേരൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം കുറെ നിക്ഷേപമൊക്കെ നടത്തിയതിൽ എത്രത്തോളം വാസ്തവമാണെന്ന് നമുക്കറിയില്ല. അതൊക്കെ കട്ടപ്പോകുക എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ചിലപ്പോൾ അത് സത്യമായിരിക്കാം. ഓരോരുത്തരും ഓരോ വാർത്തയെ കാണുന്ന ഓരോ രീതിയിലാണ്. അതുകൊണ്ട് നമ്മൾ അവർ പറഞ്ഞ തെറ്റാണ്, ഇവർ പറഞ്ഞ തെറ്റാണ്. ഇപ്പൊ റോയി വന്ന് എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് റോയി പറയണം. അന്ന് റോയി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഇനി അറിയാവുന്നത് റോയിയുടെ കുടുംബത്തിലാണ്. അവർ ഈ കാര്യങ്ങൾ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ബിസിനസ് എന്ന് പറയുന്നതാണ് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ 9,000 കോടിയുടെ ശതകോടീശ്വരനാണെന്നൊക്കെ പറയുന്നത് അതിൽ ഇനി എത്രത്തോളം വാസ്തവം ഉണ്ടെന്നും നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് തകർന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ ഫ്ലാറ്റുകൾ ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ജോസഫ് പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഇത് തകർന്നിട്ടൊന്നുമില്ല, അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണെന്നൊക്കെ. അങ്ങനെ പറയുന്നതിന്റെ പിന്നിൽ തന്നെ ഒരു തകർച്ച ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം ചില കാര്യങ്ങൾ പിന്നെ ഈ റോയിയെ സംബന്ധിച്ചിടത്തോളം റോയി എവിടെയൊക്കെയോ കണക്ക് കൂട്ടലുകൾ പിഴച്ചു എന്നുള്ളതാണ്. പിന്നെ മകൻ പറയുന്ന കാര്യങ്ങളിൽ എന്തോ വ്യക്തത കുറവുണ്ട് എന്ന് നമ്മളല്ല, അന്വേഷണ ഏജൻസികൾ തന്നെയാണ് പറയുന്നത്. മകനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചില ബിസിനസ് പരമായുള്ള കാര്യങ്ങളിൽ മകൻ പറയുന്നത് അത്ര ക്ലാരിറ്റി ഉള്ള കാര്യങ്ങളല്ല എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ഈ ജോസഫ് പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്. എന്താ അറിയാം, ജോസഫ് പെട്ടെന്നൊരു കാര്യം പറയുന്നത്, മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല കഥകൾ, ഊഹാപോഹങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ജോസഫും അതുപോലെ തന്നെ റോയിയുടെ ഭാര്യയും ഒക്കെ വാർത്താ സമ്മേളനം നടത്താനായിട്ട് തീരുമാനിച്ചതിൽ നിന്നും പിന്മാറി. കൂടാതെ ഇയാൾ ആഡംബരത്തിന്റെ അവസാന വാക്കായതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് എത്തി നിൽക്കുന്നത് സിനിമാ മേഖലയിലാണ്. മോഹൻലാലിനെ ഉൾപ്പെടെ വെച്ചിട്ട് 2-3 സിനിമകൾ എടുത്തെങ്കിലും അതെല്ലാം പൂർണ്ണ പരാജയമായിട്ട് മാറി. പിന്നീട് ഇയാൾക്ക് ഏറ്റവും അധികം സ്നേഹം മകനോടും മകളോടുമാണ്. ഏറ്റവും അധികം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് മകളോടാണ്. അങ്ങനെ മകളെ ഒരു ഉയർന്ന പദവിയിലേക്ക് എത്തിക്കണം, നല്ല രീതിയിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിച്ചു. അങ്ങനെ മകളെ സിനിമാ ഫീൽഡിലേക്ക് എത്തിക്കാൻ പോലും ഇയാൾ ശ്രമിച്ചു എന്നതിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ട്, സൂചനകളാണ്. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ സിനിമയിൽ എത്ര പണം നിക്ഷേപിക്കാനും തയ്യാറാണ്. ഈ മകളെ ഈ പറയുന്ന റിയാലിറ്റി ഷോകളുടെയൊക്കെ സമ്മാനദാന ചടങ്ങിലൊക്കെ അവതരിപ്പിക്കാനായിട്ട് റോയ് ശ്രമിച്ചു. ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത, ഒരു സംവിധായകനുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു, അയാളുടെ ഒരു ചിത്രത്തിൽ തൻ്റെ മകളെ റോയ് അഭിനയിപ്പിച്ചു എന്നുമാണ്. അതിൻ്റെ വാർത്തകൾ ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളിലെല്ലാം തന്നെ ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്തു. ഈ പണം ഇൻവെസ്റ്റ് ചെയ്ത് നിക്ഷേപകർ കൊടുത്ത പണമാണ്. 10 കോടി കൊടുത്താൽ 5 കോടി എടുത്ത് ഇയാൾ ആഡംബരത്തിന് വേണ്ടി ചെലവഴിക്കും. പക്ഷേ ഇത് തിരിച്ചു കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ബാങ്ക് ലോൺ പോലും ഇല്ലാതെ ബിസിനസ് നടത്തുന്ന ആളാണ്.
പക്ഷേ ഇപ്പോൾ ആഡംബരത്തിന് ഈ ഫണ്ടിൻ്റെ ഫ്ലോ നഷ്ടപ്പെടുന്നു. ദുബായിൽ ഇയാൾ ബിസിനസ് നടത്താനായിട്ട് പോകുന്നു, ചില പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുന്നു. ആ പ്രോജക്റ്റിലേക്ക് വേണ്ടത്ര ഫണ്ട് വരാത്തത് കൊണ്ട് പ്രോജക്റ്റ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇയാൾ കടക്കണിയിലായി എന്ന് വരും. അപ്പോൾ ആഡംബര ജീവിതത്തിൽ മുഴുകി കഴിയുന്ന ഒരാൾ കടക്കണിയിലായി, പാപ്പരായി എന്ന് പറയുന്നത് കേൾക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല റോയ്. കാരണം ഓരോ ദിവസവും ജീവിതത്തെ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് അതില്ലാതെ വന്നു എന്ന് പറഞ്ഞാൽ ഇനി ഒരു വലിയ ഒരു ആഘാതമായിരിക്കും. മാത്രമല്ല ദുബായിൽ ഈ പറയുന്ന നിക്ഷേപിച്ച പണം, കുറേ പണം നിക്ഷേപിച്ച് കാണുമല്ലോ, അതിലൊക്കെ തന്നെ കള്ളപ്പണത്തിൻ്റെ ഒരു അംശമുണ്ടോ എന്നുള്ള സംശയം തോന്നി. അതുകൊണ്ട് ദുബായ് അധികൃതരും UAE അധികൃതരും അതിനെ സംബന്ധിച്ചുള്ള ചില അന്വേഷണം നടത്തുകയും ഇന്ത്യയെ ആ കാര്യം അറിയിക്കുകയും ചെയ്തു. ഇന്ത്യ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് അവർക്ക് കൈമാറുകയും ചെയ്യും. അങ്ങനെ കൈമാറിയാൽ ഒരുപക്ഷെ UAEയിലെയോ ദുബായിലെയോ ജയിലറയ്ക്കുള്ളിൽ ശിഷ്ടജീവിതം നയിക്കേണ്ടി വരുമോ എന്നും റോയ് ഭയപ്പെട്ടു. ആ ദിവസങ്ങളിലാണ് കുത്തിയിരുന്ന് തൻ്റെ അനന്തരാവകാശി മകനാണെന്നും ഭാര്യയ്ക്ക് എല്ലാ വിവരവും അറിയാമെന്നും ഒക്കെ ഡയറികളിൽ കുറിച്ചു തുടങ്ങിയത്. അതുവരെ റോയ്ക്ക് അത്തരം ഒരു ആശങ്കയുണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ ആഡംബര വീടും വില്ലയും ഒക്കെ ഉണ്ടായിരുന്ന റോയ് പിന്നീട് ബാംഗ്ലൂരിൽ ഏതാണ്ട് 1 ലക്ഷം ചതുരശ്ര അടിക്ക് അപ്പുറത്തേക്കുള്ള വലിയ എന്തോ ഒരു വീടിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ജീവിതത്തെ വെറുത്തിട്ടല്ല റോയ് മരിക്കുന്നത്, പക്ഷേ തൻ്റെ ആഡംബര ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും താൻ കെട്ടിപ്പൊക്കി ഇമേജ് തകർന്നു പോകുമെന്നുള്ള ഒരു ആശങ്ക, ഭയം, അത് മാനസിക അസ്വാസ്ഥ്യത്തിന് പോലും വഴിവെച്ചു. അതായിരിക്കാം ഒരു പക്ഷേ ശരിക്കും ഈ റോയിയുടെ മരണ കാരണം. തീർച്ചയായിട്ടും ഒരു പക്ഷെ അതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. അന്വേഷണം കഴിയട്ടെ. ഇത്തരം ഈ പിന്നെ പണം നിക്ഷേപിച്ചവർ പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ ഇനി ആര് നിക്ഷേപിക്കാൻ വരില്ല എന്നൊക്കെ ഉള്ളൊരു വല്ലാത്ത ആശങ്കയായിരിക്കാം റോയിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ജോസഫ് പറഞ്ഞതിൽ വ്യക്തത വരുത്തേണ്ടത് ജോസഫാണ്. കാരണം നിങ്ങളിൽ നിക്ഷേപിച്ച സാധാരണക്കാരായ ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ വസ്തു വിറ്റും സ്വർണം പണയം വെച്ചുമൊക്കെ ഈ ഫ്ലാറ്റിന് വേണ്ടി പണം മുടക്കി ഒരുപാട് പേരുണ്ടാവും. അവരോട് നിങ്ങൾ ഒരു പ്രശ്നവുമില്ല അതിന് എത്ര നാള്, അത് സത്യമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് സത്യമല്ലെങ്കിൽ എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ഒരു ശതകോടീശ്വരനായ ആഡംബരത്തിന്റെ അവസാന വാക്കായ CJ റോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ ജോർജ് മുത്തുവിനെ പോലെയോ അല്ലെങ്കിൽ ദുബായ് ജോയിയെ പോലെയോ അല്ലെങ്കിൽ VJ സിദ്ധാർത്ഥിനെ പോലെ ഒരുപാട് മരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നൊക്കെ വേറിട്ട മരണമാണ് റോയിയുടേത്. തീർച്ചയായിട്ടും അറിയണം എന്തിനാണ് സ്വയം നെഞ്ചിൽ വെടിയുതിർത്ത് റോയ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.